ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശിവാനി, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ആരോ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നത് പോലെ എനിക്ക് തോന്നാ. അല്ല ശിവാനി, നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ വെറുതെ ആയാലും നമ്മളെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യും. അതിലിപ്പോ പേടിക്കാൻ മാത്രം എന്താ ഉള്ളത്? പേടിയൊന്നുമില്ല. എന്നാലും നിനക്കല്ല പേടി, നിന്റെ വയറ്റിലെ പാമ്പിനെ കണ്ടു കഴിഞ്ഞപ്പോ പേടിയാവുന്നത് എനിക്കാ. അമ്പലത്തിൽ വന്നപ്പോ മുതല് ഇവളെന്തിനാ ഡിസ്റ്റർബഡ് ആയിട്ടിരിക്കുന്നത്? വയറ്റിനുള്ളിലുള്ള പാമ്പ് കാരണം ഇവൾക്ക് അമ്പലത്തിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതായിരിക്കും. ഇവളൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവളിലുള്ള പ്രശ്നങ്ങളും ഇവളിലുള്ള സത്യങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് അമ്പലത്തിൽ വന്നിട്ടും എന്തോ ദോഷം സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുകയാണല്ലോ. ആർക്കായിരിക്കും സംഭവിക്കുക? ആരിൽ നിന്നായിരിക്കും സംഭവിക്കുക? എന്നാലും എന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ഈ അപായം അതെന്തായിരിക്കും? പോയാലോ? വാ. ഹേ മഹേശ്വര, നിന്റെ സന്നിധിയിൽ തന്നെ നിന്റെ ഭക്തയ്ക്ക് അഗ്നിപരീക്ഷണം ശരിയോ? നിന്റെ ഭക്തയ്ക്ക് അഗ്നിപരീക്ഷണം ശരിയാണോ? സാത്വികന്റെ രക്ഷകനാണു നീ, ദുർമാർഗികളുടെ സംഹാരമൂർത്തി നീ. നീ പ്രതിക്ഷണം പ്രതിദിനം പ്രതിനീതിയും പ്രവർത്തിക്കുന്നവനാണ് നീ. സകലകാല നിയമരക്ഷകനാണു നീ. നിർമോഹി, നിരാകാരൻ, നിർവിചാരൻ, നിർവികാരൻ, നിരീക്ഷഹട്ട. രക്ഷിക്കൂ, രക്ഷിക്കൂ, നിന്റെ ഭക്തയെ രക്ഷിക്കൂ മഹാദേവ. അത് കണ്ടോ? ദേ ഇവിടെ ക്ഷേത്രം കണ്ടോടാ. പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. നന്ദീശ, നോക്കിക്കേ, ആ ക്ഷേത്രം മുഴുവൻ പച്ച നിറത്തിലാണല്ലോ കാണുന്നത്. ക്ഷേത്രം മുഴുവനും പച്ച നിറത്തിലുള്ള സർപ്പത്തിന്റെ തോല് പോലെ കാണുന്നുണ്ടല്ലോ. ഏതമ്പല? ഒന്ന് സൂം ചെയ്ത് നോക്കി. എടാ, ഏതാ ലൊക്കേഷൻ നോക്ക്, കുറച്ചുകൂടി സൂം ചെയ്യും. ഇത് രംഗസ്വാമി ദേവക്ഷേത്രമല്ലേ? രംഗസ്ഥലത്തുള്ളതാ. അപ്പൊ പിന്നെ നമുക്ക് പോകേണ്ട സ്ഥലം അതാണോ? നമ്മൾ മാത്രം പോയാ മൊത്തത്തിലങ്ങ് പോകാം. തിരികെ വരില്ലെന്നേ ഉള്ളൂ. സ്വാമിജിയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാം. അതെ അതെ, ഞങ്ങൾ ഇത് നോക്കൊണ്ടിരിക്കാം. നിങ്ങൾ പോയി ഗുരുക്കളെ വിളിച്ചോണ്ട് വന്നാലും. ചെല്ലു ചെല്ലു. ആ ശരി ശരി. എവിടെ നോക്കട്ടെ. തൃശൂൽ ശിവാനി എന്ന പേരിൽ പൂജ നടത്തണം. ഈശ്വര, അങ്ങയുടെ സന്നിധിയിൽ വന്നു നിന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഭയം തോന്നുന്നത്? ഏതോ ദുഷ്ട കണ്ണുകൾ എന്റെ പിന്നാലെ പിന്തുടരുന്ന പോലെ തോന്നാം. എന്തിനാ ഈശ്വര? അതാര് തന്നെ ആയാലും എന്തിനു തന്നെ ആയാലും അവരിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ഈശ്വര. ഭഗവാനെ, എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങ് പരിഹാരം തന്നാലും എന്റെ ഭാര്യയുടെ വയറ്റിൽ ഞാൻ പാമ്പിനെ കണ്ടിരുന്നു. അതും വെറും തോന്നലായിട്ട് മാത്രം ഇരിക്കട്ടെ. ഇനി ഒരിക്കലും ശിവാനിയോട് സംശയം തോന്നാതെ അവളെ നന്നായി നോക്കാനുള്ള രീതിയിൽ എനിക്ക് അനുഗ്രഹം തരൂ ഭഗവാനെ. എന്റെ മനസ്സിനെ എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ചോദ്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കാം. എന്റെ ആദിശേഷന് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ ഓർമ്മകളും തിരികെ ലഭിക്കണേ. ആ സംശയങ്ങൾക്കെല്ലാം വേഗം തന്നെ മുക്തി തന്നാലും ഏത് വഴിയിൽ കൂടെ പോയാലാണ് എന്റെ സംശയങ്ങൾക്കെല്ലാം മുക്തി ലഭിക്കുക എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയതുപോലെ തന്നെയാണ്. നിന്റെ അർദ്ധാംഗിയാണ് സത്യം. അവളുടെ ഉള്ളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാരവും ഞാൻ അങ്ങയിൽ അർപ്പിച്ചിരിക്കാം. ഇന്ന് ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് വെളിയിൽ പോകുന്നതിന് മുൻപ് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയാലോ? എന്റെ തൃശൂലിന്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കൊടുക്കണേ ഭഗവാനെ. ഗുരുക്കളെ നോക്കൂ, ഗുരുക്കളെ ശരിക്കും നോക്കൂ. ഗുരുക്കളെ അമ്പലത്തിന്റെ ചുറ്റും നോക്ക്. യന്ത്രശക്തിയെ വെല്ലുന്ന മന്ത്രങ്ങൾ അത്ഭുതം തന്നെ. ഭൂമിയുടെ നിറമേ മാറി. എന്താ ഗുരുക്കളെ അങ്ങൊന്നും പറയാത്തത്? ഇവിടെ തന്നെ നമ്മൾ അന്വേഷിക്കുന്നവർ
ഈ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഏത് ക്ഷേത്രമാണത്? സ്വാമിജി, അത് രംഗനാഥ സ്വാമികളുടെ ക്ഷേത്രമാണ്, രംഗസ്ഥലത്തിനടുത്തുള്ളതേ. നടക്ക്. എന്തെങ്കിലും ചെയ്യണം. നാഗങ്ങൾ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം നാഗമാണിക്യം നേടാനുള്ള വഴി കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഇത്രയും നാൾ ദിഗ്വിജയന്റെ പുറകെ നടന്നതുപോലെ ഇനി മുതൽ ഇവന്മാരുടെ പുറകെയും അലയേണ്ടി വരും. തൃശൂൽ, എനിക്ക് കുങ്കുമം വച്ചു തരുന്നില്ലേ? വാ, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാം. മനസ്സിന് സമാധാനം കിട്ടും. നീ ചെയ്യുന്ന എല്ലാ കാര്യവും മനുഷ്യര് ചെയ്യുന്നത് പോലെയാണ് ശിവാനി. നീ ചെയ്യുന്നതെല്ലാം ഭർത്താവായിട്ട് എനിക്കും ഇഷ്ടമാവുന്നുണ്ട്. പക്ഷെ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്റെ വയറ്റിൽ കിടക്കുന്ന പാമ്പിനെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ക്ലാരിറ്റി ലഭിക്കാതെ എന്റെ സംശയങ്ങൾ മാറില്ല. ഭഗവാനെ, ദയവ് ചെയ്ത് എന്റെ എല്ലാ സംശയങ്ങളും അകറ്റിത്തരൂ. എന്താ അവിടെ ആലോചിച്ചോടെ നിൽക്കുന്നേ? വാ, വന്നിരിക്കേ. നിന്റെ വാക്കിലാവട്ടെ, പ്രണയത്തിലാവട്ടെ, നിന്റെ പെരുമാറ്റത്തിലാവട്ടെ യാതൊരു പ്രശ്നമില്ല ശിവാനി. എന്നാൽ നിന്റെ വയറ്റിലെ പാമ്പിനെ എന്തുകൊണ്ട് കാണാനിടയായി? അതിന്റെ പുറകിലുള്ള കാരണം എന്താ? എനിക്കതിൽ നിന്ന് അറിഞ്ഞേ മതിയാവൂ. തൃശൂൽ, ക്ഷേത്രത്തില് വന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചാ ചിന്തിക്കേണ്ടത്. നീ എന്തിനെ കുറിച്ചാ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? എനിക്ക് മനസ്സിലായി. ഇനി വരുമ്പോ നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞും ഉണ്ടാവും എന്നുള്ള കാര്യമല്ലേ? കുഞ്ഞ് നിന്റെ വയറ്റിൽ തന്നെ ഉണ്ടല്ലോ, അതും പാമ്പിൻ കുഞ്ഞ്. അതിനെ മനുഷ്യരായിട്ട് ഉപമിക്കാൻ സാധിക്കോ? പറയ്. ഓം ജ്വാലമാലിനിയേ നമഃ. ഓം രുദ്രമാലിനിയേ നമഃ. പോയി അന്വേഷിക്ക. എല്ലാം ശ്രദ്ധിച്ചു വേണം, സൂക്ഷിച്ചു വേണം എല്ലാം കൈകാര്യം ചെയ്യാൻ. പച്ച സർപ്പത്തിനെ കണ്ടെന്ന് കരുതി ഇനി ഏതെങ്കിലും കുരുക്കി ചെന്ന് ചാടാൻ എന്നെ കിട്ടില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ അവർ വെറും മനുഷ്യരായിരിക്കും. പക്ഷെ ഇവിടെ വെച്ച് അവരെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഈ കാണുന്ന ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ തല്ലിക്കൊല്ലും. ബുദ്ധിപരമായ ചിന്തയാണത്. സ്വാമിജി, ഈ നാഗമാണിക്യം അമ്പലത്തിനുള്ളിലായിരിക്കുമോ അതോ പുറത്തായിരിക്കുമോ? അകത്തും കാണപ്പെടാം, ചിലപ്പോ പുറത്തും കാണാം. ഈ ക്ഷേത്രത്തിനകത്ത് ഇച്ഛാധാരി നാഗങ്ങൾ ഉണ്ടെന്നുള്ളതിന് ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് ചുറ്റുമുള്ള പച്ചനിറം തന്നെയാണ് സാക്ഷി. സ്വാമികളെ, അത് ശരിയാണ്. ആ പാമ്പുകളെ കാണുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം അത് പറഞ്ഞതാ.
ക്ഷേത്രത്തിനകത്ത് പച്ച നിറത്തിലുള്ള നാഗങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഈ വിഭൂതി അതിനുമേൽ എറിഞ്ഞിരിക്കണം. ബാക്കിയെല്ലാം ജ്വാലമാലിനിയുടെ ആശീർവാദമുണ്ടെങ്കിൽ എനിക്ക് സാധിക്കുന്നതാണ്. പോയി അന്വേഷിക്കേ. ശരി ഗുരുക്കളെ. പൂജ ചെയ്തിട്ട് അമ്പലത്തിൽ ഇങ്ങനെ ഇരുന്നിട്ടും എനിക്ക് എന്താ ഒരു വല്ലായിക തോന്നുന്നത്? ആരാണ് എന്റെ പുറകെ ഉള്ളത്? അതോ എന്റെ വെറും തോന്നലാണോ? ഇത് തോന്നലല്ല. ശിവാനിയുടെ വയറ്റിൽ ഞാൻ പാമ്പിനെ കണ്ടത് വെറും തോന്നലല്ല. ഒരു തവണ മാത്രമല്ല, ഒരുപാട് തവണ കൺഫേം ചെയ്തതല്ലേ. ഞാൻ കണ്ടതൊക്കെ തോന്നലായിരിക്കണം എന്ന് ദൈവത്തിനോട് അപേക്ഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് എന്റെ മനസ്സിൽ ആഗ്രഹം. രാവിലെ ദേഹത്തെന്തോ വീണത് മുതൽ തുടങ്ങിയ അസ്വസ്ഥതയാണിത്. സമാധാനമേ കിട്ടുന്നില്ലല്ലോ. എന്താ ചെയ്യുക? അതെ, ആ സ്വാമിജിയോട് ഇപ്പൊ തന്നെ പോയി ചോദിച്ചാലെന്താ? നീ എങ്ങോട്ടേ പോകുന്നേ? അത് പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഒരു റൗണ്ട് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. നീ എവിടേക്കും പോരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ പെട്ടെന്ന് വരാം, 2 മിനിറ്റ്. ഇവനെന്താ പറ്റിയത്? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എന്നോട് സംസാരിക്കുന്നതൊക്കെ സാധാരണയായിട്ടാണെങ്കിലും എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നത് പോലെ. എന്തായിരിക്കും അത്? എനിക്ക് തോന്നുന്ന ഈ അസ്വസ്ഥതയ്ക്കും തൃശൂലിന്റെ ഈ പെരുമാറ്റത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കോ? വേഗം വേടാ. നാഗറാണി ഇതാ പോകുന്നു. നാഗറാണി നോക്കടാ. വാ, വേഗം പോയി ഈ ഗുരു തന്ന പൊടി ആ നാഗറാണിയുടെ ദേഹത്തിട്ടിട്ട് നമുക്കോളെ പിടിക്കാം. എന്നിട്ട് ഗുരുവിനെ വിളിക്കാം. വാ 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 വാ, വേഗം വാ. എന്തുവാ? വേഗം വേടാ. അവര് പച്ച സാരിയാടാ കൊടുത്തിരിക്കുന്നേ. നിന്റെ വാക്ക് കേട്ട് അവളുടെ ദേഹത്ത് ഭസ്മം ഇട്ടാണ്ടല്ലോ, ഇവിടെയുള്ള ആളുകൾ നമ്മളെ ഭസ്മാക്കും. ഒന്ന് മിണ്ടണ്ടോടാ. വാ, നടക്ക്. സ്വാമിജി, അങ്ങേക്ക് എന്നെ ഓർമ്മയുണ്ടോ? അല്ല, നിന്റെ സംശയങ്ങൾ മാറിയ? ഇല്ല സ്വാമിജി, അന്ന് അങ്ങന്റെ കയ്യിൽ ഒരു വർണ്ണചൂർണം തന്നിരുന്നില്ലേ? അത് ഞാൻ അവളുടെ ദേഹത്ത് പ്രയോഗിച്ചു നോക്കിയതാ. പക്ഷെ ഒരു തരത്തിലുള്ള വ്യത്യാസം കാണാൻ പറ്റിയില്ല. എന്ത്? ഞാൻ തന്ന വർണ്ണചൂർണം പ്രയോഗിച്ചിട്ടും യാതൊരു വ്യത്യാസവും കാണുന്നില്ലെന്നാ? ഇല്ല. അങ്ങനെ സംഭവിക്കാനായിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന്, നിന്റെ സംശയം വെറുതെയാണ്. മറ്റൊന്ന്, ആ വർണ്ണചൂർണം തടയുവാനുള്ള അത്രയും ശക്തി അവൾക്കുണ്ടെന്നുള്ളതാണ്. നിന്റെ സംശയം യഥാർത്ഥത്തിൽ എന്തായിരുന്നു കുഞ്ഞ്? അവള് മനുഷ്യരൂപം ധരിച്ചിരിക്കുന്ന ഒരു നാഗമാണെന്നുള്ള സംശയമാണ് എനിക്കുള്ളത് സ്വാമിജി. അത് സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ അങ്ങയുടെ അടുത്തുനിന്നൊരു പരിഹാരത്തിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. സത്യത്തിന്റെ മുന്നും പിന്നും ചുറ്റുമൊക്കെ 100,000 സംശയങ്ങളുണ്ടാകും. എന്നാൽ ആ സംശയങ്ങളെല്ലാം സത്യമായിരിക്കില്ല. അല്ല, നിനക്ക് അവളുടെ മേൽ സംശയം വരാൻ എന്താണ് കാരണം? അവൾ എന്റെ ഭാര്യയാണ്. അവളിപ്പോ പ്രഗ്നന്റുമാണ് സ്വാമിജി. സ്കാനിംഗ് ഒക്കെ ചെയ്യുമല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ട് പോയതാണ് ഞാൻ. മനുഷ്യഗർഭത്തിൽ സർപ്പമോ? വിചിത്രമായിരിക്കുന്നല്ലോ ഇത്. എല്ലാം വിചിത്രമാണ് സ്വാമിജി. സംശയം കൊണ്ട് ഇപ്പോ നിറഞ്ഞിരിക്കാൻ മനസ്സിലിപ്പോ സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വാമിജി, ദയവ് ചെയ്ത് ഈ സംശയങ്ങളിൽ നിന്ന് തന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഭാര്യയെ ഇവിടേക്ക് കൊണ്ടുപോവാ. അവളെ കണ്ടതിന് ശേഷം ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശരി ശരി സ്വാമിജി, എന്റെ ഭാര്യ ഞാൻ ഇപ്പൊ തന്നെ ഇവിടേക്ക് വിളിച്ചോണ്ട് വരാം. അങ്ങ് ഇവിടുന്ന് എവിടേക്കും പോരുത്. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് വരാം. ഓം ജ്വാലമാലിനി തായി, നിന്റെ കണ്ണുകളിൽ കണ്ടതെന്തോ അതെന്റെ കണ്ണുകളിലും കാട്ടിത്തരിക. പച്ച നിറത്തിൽ ഇവിടെ ഒളിച്ചിരിക്കുന്ന ആ നാഗങ്ങളെ എന്റെ കണ്ണുകളിലും ദൃശ്യമാക്കൂ തായേ. കാട്ടിത്തരൂ. ഓം ജ്വാലമാലിനിയെ നമഃ, ഓം രുദ്രമാലിനിയെ നമഃ. ഗുരുക്കളെ, എനിക്ക് ചെറിയൊരു സംശയം. ഗുരുക്കളെ, ഇവിടെ ക്ഷേത്രത്തിലുള്ള നാഗം പച്ച നിറത്തിലാണ് കാണുന്നതെന്ന് പറഞ്ഞു.
പക്ഷെ ഇവിടെ നോക്കുമ്പോ എല്ലാരും ഒരേ നിറത്തിലാ കാണുന്നത്. സ്വാമികളെ, ഞാനും അത് തന്നെ ചോദിക്കാനാ വന്നത്. അവിടെ ഒരു സ്ത്രീ പച്ച നിറത്തിലുണ്ടെന്ന് കരുതി, നാഗറാണിയാണെന്ന് കരുതി ഭസ്മോടാൻ ഞങ്ങൾ പോയപ്പോ അവര് പച്ച നിറത്തിലുള്ള സാരിയായിരുന്നു ഉടുത്തിരുന്നത്. നമ്മൾ ഇവിടെ എത്തിയെന്ന് കരുതി ആ നാഗങ്ങൾ വന്ന് നമ്മുടെ കാൽക്കൽ വീഴുകയില്ല. അതിന്റെ ആ പച്ച നിറമില്ലേ, അത് വെച്ച് നമ്മൾ തന്നെ കണ്ടെത്തിയിരിക്കണം. സ്വാമികളെ, നിങ്ങളുടെ ശക്തിക്കും മന്ത്രത്തിനും പാമ്പുകൾ എവിടെയുണ്ടെന്ന് കണ്ടെത്താവുന്നതല്ലേ? എത്ര നേരമായിട്ട് തെരഞ്ഞോണ്ടിരിക്കുക, എന്നിട്ട് ഒരു പാമ്പിനെയും കണ്ടില്ല. കണ്ടിരിക്കും, തീർച്ചയായും കണ്ടിരിക്കും. അതിനെ ശ്രദ്ധയോടെ, വിശ്വാസത്തോടെ, സൂക്ഷ്മതയോടെ തിരഞ്ഞാൽ കണ്ടു കിട്ടും അതിനെ. എല്ലാവരും ഒരേ ദിക്കിൽ അന്വേഷിച്ചാൽ അതിനെ കണ്ടു കിട്ടില്ല. ഓരോരുത്തരും ഓരോ ദിക്കിലേക്കായി അന്വേഷിക്കുക, തീർച്ചയായും ലഭിക്കും അതിനെ. ജ്വാലമാലിനി തായി നമ്മെ ഈ ക്ഷേത്രാങ്കണം വരെ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ നാഗങ്ങളെ കണ്ടുപിടിക്കാതെ നമ്മെ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല. എല്ലാരും ഓരോരോ ദിക്കിലേക്കായി പോകൂ. ഓം ജ്വാലമാലിനിയേ നമഃ, ഓം രുദ്രമാലിനിയേ നമഃ. എത്രയും പെട്ടെന്ന് സ്വാമിജിയുടെ അടുത്തേക്ക് ഇവൾ കൊണ്ടുപോകണം. ഇവളുടെ ഉള്ളിലൂടെ സത്യം എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ സാധിക്കൂ. തൃശൂൽ, എവിടെ പോയതാ നീ? ഞാനറിയാതെ ദൈവത്തോട് വേറെന്തെങ്കിലും പ്രാർത്ഥിക്കാൻ പോയതാണോ? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോയതല്ല, ഒരു സ്വാമിജിയുടെ അടുത്തേക്ക് പോയതാ. സ്വാമിയോ? ഇവിടെ അടുത്ത് ഒരു സ്വാമിജിയുണ്ട്, ശിവാനി. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയതാ ഞാൻ. അദ്ദേഹം നമ്മൾ കണ്ടിട്ട് തന്നെ നമ്മൾ ആരാണ്, എന്താണ്, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എല്ലാം പറഞ്ഞു തരും. അങ്ങനെ ഒരാളാ. അങ്ങനെ ഒരാളോ? ഞാൻ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ? ഇല്ല ശിവാനി, ഞാൻ പോലും അദ്ദേഹത്തെ 1-2 തവണയെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്നേ. അത്രയ്ക്ക് സിദ്ധികളുള്ള ഒരു മഹാൻ അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ എന്നെയും കൂടെ വിളിച്ചോണ്ട് പോയിക്കൂടായിരുന്നോ? എനിക്കും ഇങ്ങനെ സിദ്ധിയുള്ള മഹാന്മാരെയും മുനികളെയും സ്വാമികളെയും ഒക്കെ വളരെ ബഹുമാനാണെന്ന് നിനക്ക് അറിയുന്നതല്ലേ? അറിഞ്ഞിട്ടും പിന്നെ എന്താ എന്നെ വിളിക്കാഞ്ഞത്? അത് അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് പോകുന്നത് ശരിയാവില്ലല്ലോ ശിവാനി. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പെർമിഷൻ ചോദിച്ചിട്ട് നിന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ച് വന്നത്. അദ്ദേഹം പറയുകയും ചെയ്തു നിന്നെ കൊണ്ടുപോകുന്ന കുഴപ്പമില്ലെന്ന്. നിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കെത്തി കഴിഞ്ഞ വിഷമം തോന്നില്ലേ, അതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാന്ന് ഞാനും വിചാരിച്ചു. വാ, നമുക്ക് പോവാം. അമ്പലത്തിലേക്ക് പൂജയ്ക്ക് എന്ന് പറഞ്ഞു വന്നിട്ട് എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാ എനിക്ക് പേടിയാവില്ലേ? എന്നിട്ട് ഇപ്പൊ വന്നിട്ട് വിഷമമായോന്നൊരു ചോദ്യവും. അല്ല ശിവാനി, ഇപ്പൊ തന്നെ പോയിട്ട് വരാന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ. ഒരു ഇമ്പോർട്ടന്റ് ജോലി ഉണ്ടായിരുന്നു എനിക്ക്. എന്താ അത്? എത്ര പ്രധാനപ്പെട്ട ജോലി? അത് നമ്മളായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാ. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ? എന്താ അത്? എനിക്കറിയാത്തതായിട്ടൊന്ന്. അതെന്താന്നറിയ ശിവാനി, അദ്ദേഹം ദൈവദൂതനാണ്, ഒരു മായാവിയെ പോലെ. അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിനക്ക് തന്നെ എല്ലാം മനസ്സിലായി കൂടുമ്പോ. എല്ലാം പറഞ്ഞ? അല്ല ശിവാനി, അത് എനിക്ക് കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം തന്നെ ശരിയാവും. അദ്ദേഹം എല്ലാം പറഞ്ഞു തരും. നമ്മളെ പറ്റി ഒന്നും പറയാതിരിക്കില്ലല്ലോ, എല്ലാം പറയുന്നേ. നീ വാ, പോവാം. എല്ലാത്തെക്കുറിച്ചും പറയുന്ന അദ്ദേഹം നമ്മുടെ പൂർവ്വജന്മത്തെക്കുറിച്ചും നമ്മുടെ പ്രണയത്തെക്കുറിച്ചും പറയുമായിരിക്കും. അങ്ങനെയെങ്കിലും തൃശ്ശൂരിൽ അവനാണ് ആദിശേഷൻ എന്ന് മനസ്സിലായാൽ മതിയായിരുന്നു. ശിവാനി, നീ എന്തേ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പൊ നിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്കല്ല കൂട്ടിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആശീർവാദം വാങ്ങിക്കാം. വാ, ഞാനിപ്പോ വരാം. പൂജയുടെ തട്ട് വാങ്ങിട്ട് വരാം. നാഗങ്ങളെ പച്ചനിറത്തിൽ കാണാനാവുന്നാണല്ലോ ഗുരുക്കൾ പറഞ്ഞിരുന്നത്. ഇതിപ്പോ എല്ലായിടത്തും അന്വേഷിച്ചു കഴിഞ്ഞു, ഒരിടത്തും കാണുന്നില്ലല്ലോ. ഇനി അമ്പലത്തിന്റെ അകത്തെങ്ങാനും കാണുമോ? പണി ഒന്ന് നിക്കടാ. ഗുരുജി എല്ലാവരോടും ഓരോരോ ദിക്കിൽ അന്വേഷിക്കാനല്ലടാ പറഞ്ഞത്. എന്നിട്ട് നീ എന്താടാ ഇവിടെ നിന്ന് കറങ്ങുന്നത്? എടാ പോടാ, നിനക്കറിയില്ല എനിക്ക് പേടിയാണെന്ന്. വെറുതെ ഓരോന്ന് പറയാതെ നടക്കടാ. അല്ലടാ, നമ്മുടെ ഈ ഗുരുക്കൾ വലിയ മന്ത്രവാദിയല്ലേ? അദ്ദേഹം ഒരിടത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ ഈ ഒളിഞ്ഞിരിക്കുന്ന പാമ്പുകളെല്ലാം വെറും പുഴുവിനെ പോലെ ഇഴഞ്ഞു വന്ന അയാളുടെ കാൽക്കീഴിലേക്ക് വരില്ലേ? നീ ദേവി ഇത് മണ്ടത്തിലൊന്നും പറഞ്ഞാലല്ലേ, നിനക്ക് തേടാൻ കഴിയില്ലല്ലടാ. അങ്ങനെയല്ലടാ, നമ്മൾ തേടുന്നത് പാമ്പിനെയാണെന്ന് അറിയാലോ. എന്നാൽ ഈ പാമ്പ് എവിടെയിരുന്ന് നമ്മൾ തേടുന്നത് നമ്മളുടെ തന്നെ മരണത്തെയാണെന്ന് പറയുന്നുണ്ടെങ്കിലോ? അങ്ങനെ നീ ആലോചിച്ച് അതെങ്ങാനും ശരിക്കും നമ്മുടെ കൺമുന്നിൽ വന്നാ സത്യമായിട്ടോടാ നമ്മുടെ കഥ കഴിഞ്ഞിരിക്കും. എടാ,
നീ എപ്പോഴും ഇങ്ങനെ പേടിച്ചു നടന്ന പകുതി വഴിക്ക് തീർന്നു പോകുന്നേ. അല്ലടാ, ഇത്രയും പേടിയുള്ളവൻ ഈ ജോലിക്ക് എന്തിനാണ് ഇറങ്ങി തിരിച്ചത്? ശരി വിടടാ, വാ നടക്ക്, ആദ്യം നമുക്ക് പോയി കണ്ടുപിടിക്കാം. ഓം ജ്വാലമാലിനി തായേ, ഹരിതവർണ്ണത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ഇച്ഛാധാരി നാഗങ്ങൾ, മായാനാഗങ്ങൾ നിന്റെ ആശീർവാദത്താൽ എന്റെ കണ്ണുകളിൽ കാണുക തന്നെ ചെയ്യും. അത് ആരുടെ കണ്ണുകളിലാകും കാണുക, എപ്പോഴാകും കാണുക എന്നുള്ളത് ജ്വാലമാലിനി നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു.